അപ്പോൾ നാട്ടിലേക്ക് ഇപ്പോൾ എങ്ങനെയാണ് ഒരു 700 ദിർഹംസിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് പലരും അന്വേഷിക്കുന്നത്. കാരണം ഇപ്പം ഡയറക്റ്റ് കണ്ണൂരേക്കും ഡയറക്റ്റ് കോഴിക്കോടേക്ക് കേരളത്തിലേക്കാണെങ്കിൽ നിങ്ങൾ മിനിമം 2000+ ആണ് കൊടുക്കേണ്ടി വരിക. അപ്പോൾ അവിടെയാണ് 700-800 ദിർഹംസിനൊക്കെ നാട്ടിലേക്ക് പോകാനുള്ള ഓപ്ഷൻസ് പലരും അന്വേഷിക്കുന്നത്. കാരണം വലിയ ഫാമിലീസിലവരുണ്ട്, ബാച്ചിലേഴ്സ് തന്നെ ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവരുണ്ട്, അവരിലേക്കാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഓപ്ഷൻ എന്നുണ്ടെങ്കിൽ ഈ 7th 8th അബുദാബിയിൽ നിന്ന് ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ബാംഗ്ലൂരേക്ക് അല്ലെങ്കിൽ അഹമ്മദാബാദിലേക്ക് ചെന്നൈയിലേക്ക് 700 ദിർഹംസ് 675 ദിർഹംസ് എന്നുള്ള സ്റ്റാർട്ടിംഗ് പ്രൈസ് അവൈലബിൾ ആണ്. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രെയിനിന് പോകാം, അല്ലാത്ത വർഷം ഫ്ലൈറ്റിന് പോകാം. ഫ്ലൈറ്റിന് ഏകദേശം 300 ദിർഹംസിനകത്താണ് വരുന്നത്. നമുക്ക് 10 kg പ്ലസ്, അതായത് ടോട്ടൽ 30 kg തന്നെ അലവൻസ് കിട്ടുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ദുബായിൽ നിന്ന് ബാംഗ്ലൂരേക്ക്, അതുപോലെ തന്നെ അഹമ്മദാബാദ്, ഹൈദരാബാദ് പലരും ചൂസ് ചെയ്യുന്നുണ്ട്. ഷാർജയിൽ നിന്ന് ഗോവയിലേക്ക് ഏകദേശം ഒരു 700+ ടിക്കറ്റ് അവൈലബിൾ ഉള്ളത്. അങ്ങനെയാണ് തന്നെ ഏകദേശം 250 ദിർഹംസിന് നമുക്ക് നാട്ടിലേക്ക് ഫ്ലൈറ്റ് അവൈലബിൾ ആണ് ഗോവയിൽ നിന്ന്. പ്ലസ് അല്ലെങ്കിൽ നമുക്ക് ട്രെയിനിന് പോകാം, 2 ദിവസം ഗോവയിൽ സ്പെൻഡ് ചെയ്ത് ട്രെയിനിന് പോകാം. ഓപ്ഷൻസ് ഒട്ടനവധി അവൈലബിൾ ആണ്. ഇപ്പോൾ എല്ലാവരും കണക്ഷൻ ഫ്ലൈറ്റിലാണ് കൂടുതലും ട്രാവൽ ചെയ്യുന്നത്. കാരണം ഒന്നാമത് കേരളത്തിലേക്ക് ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് വളരെ കുറവാണ്. കാരണം GCC എയർലൈൻസുകൾ മാത്രമാണ് കൂടുതൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണ്, ഏറ്റവും കുറഞ്ഞ പ്രൈസിന് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സ്മാർട്ട് ട്രാവൽസായിട്ട് ബന്ധപ്പെടാം.